ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2303. ഇന്ന് ഏപ്രിൽ മാസം 21 തീയതി. ഈ ആണ്ടിലെ 111 ദിവസത്തിലെത്തി. ആരും പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ കാലത്തെ പറ്റിയുള്ള പ്രധാന പരാതി. ശരിയാണ്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അതാണല്ലോ വ്യക്തിപരമായ എന്റെ പരാതിയും സങ്കടവും. ഒരു കൂരയ്ക്ക് കീഴെ എന്നും കഴിയുന്നവർ പോലും പരസ്പരം ഒട്ടും അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്തിനേറെ സഹശയനം നടത്തുന്നവർ പോലും പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നതാണല്ലോ അവസ്ഥ. ഇവിടെയാണ് ക്രിസ്തുയേശു മലമുകളിലും ശിഷ്യന്മാർ കടലിലുമായിരുന്നിട്ടും അവരുടെ അവസ്ഥയും അവരുടെ അവശതയും യേശു മനസ്സിലാക്കി. അത് നമ്മളിങ്ങനെ സുവിശേഷത്തിൽ വീണ്ടും വീണ്ടും ഒന്ന് വായിക്കേണ്ടതാണ്, വായിച്ച് കാര്യമായിട്ടൊന്ന് വിസ്മയിക്കേണ്ടതാണ്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന് 48-ാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് യേശു മനസ്സിലാക്കി. മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റാത്തത്ര അകലത്തായിരിക്കുമ്പോഴും എങ്ങനെയാണ് ഇവർക്ക് യേശുവിന് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? യേശു മലയിൽ പ്രാർത്ഥനയിലാണ്. ശിഷ്യന്മാരാവട്ടെ നടുക്കടലില് അക്കരെ പോകാനുള്ള പരിശ്രമത്തിലാണ്. കാറ്റ് പ്രതികൂലമായതിനാൽ എന്തുമാത്രം ക്ലേശിക്കുന്നുണ്ട് അവർ. ശരിക്കും അവശരായ അവരെക്കുറിച്ച് പ്രാർത്ഥനയ്ക്കിടയിലും യേശുവിനൊരു വിചാരമുണ്ടായിരുന്നു എന്നതാണ്. അതെ, തുഴഞ്ഞു തുഴഞ്ഞ് തളർന്നും അവശനുമായി ഒരു വിധത്തിലും അക്കരെ എത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ച നിലയിൽ ഇനി അവശേഷിക്കുന്നത് ആകപ്പാടെ മുങ്ങുകയും ഒടുവിൽ ചാകുകയുമാണ് എന്ന് നമ്മളും ചിലപ്പോൾ അങ്ങ് വിശ്വസിച്ചു പോകുന്നില്ലേ? ആ സന്ദർഭത്തിൽ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ എന്തുകൊണ്ടാണ് നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? മലമുകളിൽ പ്രാർത്ഥിക്കുന്ന യേശു എന്റെ ഈ വിവശതയും അവശതയും അവസ്ഥയും തിരിച്ചറിയുന്നില്ലേ? എന്റെ അരികിലേക്ക് എത്താനായിട്ട് തുടങ്ങിയിട്ടില്ലേ? ചുവട് വെച്ച് തുടങ്ങിയിട്ടില്ലേ? എന്റെ ഈ അവശതകൾക്കിടയിൽ, ആപത്തിനിടയിൽ ഞാൻ എത്ര വട്ടം യേശുവിനെ ഓർത്തു എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഭാഗവും ഒക്കെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.